ഫ്രണ്ട്സ്, അങ്ങനെ വയക്കര മുണ്ടിയയിലെ ഉത്സവ ദിവസം അവസാനം എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രകാശ് ചേട്ടനെ നമ്മൾ കണ്ടു. പ്രകാശ് ചേട്ടൻ്റെ അടുത്ത് കർമ്മിയാണ്. പ്രകാശ് ചേട്ടൻ എന്തെല്ലാന്ന് സുഖം തന്നെയല്ലേ? ഇപ്പം എവിടെയാണ് വീട്? വെള്ളൂരല്ലേ? പെരളത്ത്. പിന്നെ അത് പ്രകാശ് ചേട്ടൻ്റെ ഒരു പ്രത്യേകത, പ്രകാശ് ചേട്ടൻ്റെ മകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്നത്. മോള് നല്ലൊരു പാട്ട് പാടും അല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടോ, ഒരു 2 ലൈൻ അല്ലേ? നമ്മൾ ഉത്സവ പറമ്പുകളിൽ ഇതേപോലെ നല്ല കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും. ഇവരെ ഒരു പാട്ട് നമുക്ക് കേട്ട് നോക്കാം. എന്തായാലും ഒരു പാട്ട് പാടും, ഒരു ചെറിയൊരു പാടിക്കോ. കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോണ ചിന്തും കേട്ടില്ല. ഓ കടപ്പുര കോലയിൽ നീ കാത്തു നിന്നില്ല. മഷിക്കുടക്കൂണിൽ മെല്ലെ നീ ഒളിച്ചില്ല. പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളി പെയ്തില്ല. പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളി പെയ്തില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. മിണ്ടിയില്ല, മിണ്ടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ടോപ്പ് അടിപൊളി കേട്ടാ. അപ്പോൾ അനിയനും പാടുവാ. ഇവനെ കണ്ടിട്ടൊരു ഗായകനെ പോലല്ല. പ്രകാശ് ചേട്ടൻ്റെ ഭാര്യയും മകനുമാണല്ലേ? ഇളയ മോനുമാണ്. അപ്പോൾ എന്താ പേരെന്നാന്ന് പറഞ്ഞേ? ശിവനന്ദ. അപ്പം എത്ര ഇപ്പോൾ പഠിക്കുന്നത്? 10ൽ പഠിക്കുന്നല്ലേ? ഏത് സ്കൂളിൽ? AVS കരിവള്ളൂർ AVS സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഇതേപോലത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി പാട്ട് പാടാൻ പറ്റുമോ? അല്ല കവിത അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ആയിക്കോട്ടെ. പ്രണയം തൊടുമ്പുമോർമയിൽ വെറുതെ തുറന്നു തന്നു നീ. നനഞ്ഞു നിൽക്കുമഴകേ നീ പുണരാൻ മാത്രം നിലാമഴയിൽ ഓക്കെ ആയില്ലേ? അപ്പം നല്ല അടിപൊളി 2 പാട്ടുകൾ നമുക്ക് പാടി തന്നു പ്രകാശേട്ടാ. അപ്പം താങ്ക് യു. എന്നാ പറയണ്ടേ, നമുക്കിങ്ങനെ മോള് ഭയങ്കര ധൈര്യമുണ്ട് കേട്ടോ. എന്തായാലും സഭാകമ്പില്ല. ഒരാളെ മുന്നേ പാട്ട് പാടുന്നതിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ കൊടുത്ത ഒരു കോൺഫിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്തായാലും. ചേച്ചി എന്തിനാണ് മോളെ പാട്ടും കാര്യങ്ങളിലും ഉണ്ടല്ലേ? ഈ യൂത്ത് ഫെസ്റ്റിവലിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോനെ എങ്ങനെ എന്നെയാ? എടാ നീ ഒരു ചെറിയ പാട്ട് പാടുറാ. എന്നെയാ ഒരു കവിത പാടിയേ നോക്കാം നമുക്ക്. ഒന്നും പഠിക്കണ്ടാന്ന്, നീ അങ്ങ് ഉഷാറാക്കി പാടുന്ന്. ഒച്ചത്ത് പാടിക്കോ.
കൃഷ്ണ തുളസി മോഹിക്കും ഇന്ദൈവാമുടി പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നു വിടരും പൂജയ്ക്കെടുക്കാത്ത ഇഷ്ടാണെന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്റെ കൊലുസിന്റെ നാളങ്ങളിൽ ഞാൻ താനേ മറന്നു ഒന്നും അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. ഓക്കെ, നല്ല അടിപൊളി കേട്ടോ. എന്താ മോനെ പേരെന്താ? ദേവസൂര്യ അല്ലേ? എത്രയാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഉഷാർ. അതൊരു ഷെയ്ക്കൻ്റെ തന്നെ. പൊളി പൊളി എന്നെയാ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം എഴുതുന്നതിനും മലക്കുവാണെങ്കിൽ നിങ്ങളൊരു ഇത് വേണമല്ലേ? കെട്ട് കാര്യങ്ങൾ എല്ലാം കൊല്ലത്ത് പോലെ ആണല്ലേ? ഓക്കെ ഓക്കെ. ഓ, അത്രയും കൊല്ലായി അല്ലേ? എന്താ മോനെ, നമുക്ക് കണ്ടുപരിചയമുണ്ട്, പക്ഷെ നമ്മ അങ്ങനെ ഒരു പരിചയപ്പെട്ടില്ല. ആണല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ആണല്ലേ? ആ അതിൻ്റെ അറിയാം മനസ്സിലായി. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഇനി ഉത്സവം കഴിഞ്ഞു അല്ലേ? ഉത്സവത്തിൻ്റെ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് പാടി എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പൊതുസമൂഹം അറിയണം. കാരണം ഇങ്ങനത്തെ കഴിവുള്ള പിള്ളേരെല്ലാം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. എന്തായാലും അത് എല്ലാവരും ഇതേപോലെ അറിഞ്ഞോളും. എന്താ പറയണ്ടത്, 4 ആൾക്കാർ ഈ സംഭവങ്ങൾ അറിയണം. കാരണം ഇവർക്ക് അവസരങ്ങൾ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും കണ്ടതിൽ സന്തോഷം. അപ്പം നമ്മളെ വീഡിയോ എന്ന് താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു ഫാമിലിയെ കണ്ടുമുട്ടി. നമ്മൾ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആരുമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഇന്നലെ മറ്റേ ടീമിനെ കണ്ടു, ബിജു അണ്ണ, അവരെ കണ്ടിട്ടുണ്ട്. അപ്പം മുണ്ടേൻ്റെ ഉത്സവം എല്ലാം അവസാനിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇനി അടുത്ത കൊല്ലം നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടും. എന്തായാലും ഇടാ കൂട്ടുപോരാ, ഇതിൻ്റെ സദ്യകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഞാനങ്ങനെ വീട് വിട്ട് പോലെ ഇനിയിപ്പം നമ്മളെ പണിയായി, നമ്മളെ കാര്യമായി. ഈ കൊല്ലത്തെ തെയ്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. കമ്മിറ്റിക്കാരിൽ ആടെയുണ്ട്. പിത്തൽനാഥിൻ്റെ വിശേഷം